ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടിരിക്കണം കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാക്സിനേഷൻ വ്ളോഗാണ്. അതുപോലെ നമ്മുടെ ബേബിയുടെ പേര് ഇസാസ് ലൈസാൽ എന്നാണ് കേട്ടോ. ആൻഡ് ഇസു എന്ന് വിളിക്കും. സോ ഇസുയുടെ വാക്സിനേഷൻ വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ കാമായിട്ട് ഉറങ്ങണ ബേബി കുറച്ച് കഴിയുമ്പോൾ നല്ല കരച്ചിലായിരിക്കും. അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ തൊട്ടടുത്ത് പോകുമ്പോൾ ഈ വാക്സിനേഷൻ അതുപോലെ ഹോസ്പിറ്റലിലൊക്കെ കൊച്ചിനെ കാണിക്കാൻ പോകുമ്പോൾ ഡയപ്പർ ബാഗ് പോലെ ഈ ഒരു ബാഗാണ് എടുക്കുന്നത്. അതിലൊരു ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇടാനുള്ള ഒരു ഷീറ്റ് ഞാൻ എടുക്കാറുണ്ട്. അതുപോലെ ഒരു സ്വാറ്റ്ലിംഗ് ക്ലോത്ത് എടുക്കാറുണ്ട്. അതൊരു ടർക്കി പോലെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യുമ്പോൾ കവർ ചെയ്യണമെങ്കിൽ ആ ഒരു ക്ലോത്താണ് ഞാൻ യൂസ് ചെയ്യാറ്. അതുപോലെ ഫീഡ് ചെയ്തിട്ട് അവനെ തുടയ്ക്കാനായിട്ട് കുഞ്ഞൊരു ടവൽ ഞാൻ എടുക്കാറുണ്ട്. അതുപോലെ അവന് ഇൻ കേസ് നമുക്ക് എത്ര ഡയപ്പർക്ക് ആവശ്യം വരുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു 4-5 എണ്ണം എടുക്കാറുണ്ട് കേട്ടോ. പാമ്പേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ന്യൂ ബോൺ. പിന്നെ അതുപോലെ അവനക്ക് ഞാൻ 2-3 ഡ്രസ്സ് എടുക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് 2 ഡ്രസ്സെങ്കിലും ഞാൻ എപ്പോഴും എടുക്കും. പിന്നെ അതുപോലെ ഈ വൈപ്സ് മദർസ് പേഴ്സിൻ്റെ ഈ ഒരു വൈപ്സും ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് ഇപ്പോൾ ഹോസ്പിറ്റൽ വിസിറ്റ് ഇവനെ ഹോസ്പിറ്റലിൽ കാണിക്കാനൊക്കെ 2-3 പ്രാവശ്യം പോയിട്ടുണ്ടായി. അതിനൊക്കെ പോകുമ്പോൾ ഇതാണ് എടുക്കാറ്. അതുപോലെ ക്ലോത്തും കൂടെ ഞാൻ എടുക്കാറുണ്ട്. ഇവനക്ക് കെട്ടിക്കുന്ന തുണി, ആ ഒരു ക്ലോത്ത്, വൈറ്റ് ക്ലോത്ത് എടുക്കാറുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് ഓർത്ത് ഞാൻ അതും കൂടെ കീപ്പ് ചെയ്യാറുണ്ട്. ഇത്രയും സാധനമാണ്. പിന്നെ മരുന്ന് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും എടുക്കാറില്ല കേട്ടോ. ഇത്രയാണ് ബേസിക്കായിട്ട് നമുക്ക് ഇത്രയല്ലേ ആവശ്യം വരുള്ളൂ. അതുപോലെ ഞാൻ ഒരു കവറും കൂടെ എടുക്കാറുണ്ട്, ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ. കാരണം ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഡയപ്പർ ചേഞ്ച് ചെയ്തിട്ട് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാനായിട്ട് പ്ലേസ് ഇല്ലെങ്കിൽ നമുക്ക് ആ കവറിൽ ഇട്ടിട്ട് നമ്മുടെ ബാഗിൽ തന്നെ റിട്ടേൺ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാമല്ലോ. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഞാനൊരു കവറും കൂടെ എപ്പോഴും ഈ ഒരു ബാഗിൽ കീപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാക്സിൻ എടുത്തിട്ട് വരാം. ഇന്ന് വാക്സിൻ എടുക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങളിന്ന് 1.5 മാസത്തെ വാക്സിൻ എടുക്കാൻ പോവാണ്, 6 വീക്സ്. ഞങ്ങൾ കുറച്ച് ലേറ്റായിരുന്നു. 50 ഡേയ്സിലാണ് എടുക്കണത്. 45 ഡേയ്സിലായിരുന്നു എടുക്കേണ്ടത്. ബട്ട് ഇന്ന് 50 ഡേ ആയി. കാരണം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. സോ നമ്മളിപ്പോൾ വാക്സിൻ എടുക്കാൻ പോവാം. തിരിച്ചു വരുമ്പോൾ കഴിച്ചിലും പിടിച്ചിലും ഒക്കെ ആയിരിക്കും. ലെറ്റ്സ് സീ. ഞങ്ങളുടെ അടുത്തുള്ളൊരു ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ടാണ് ഈ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ മദേഴ്സിനും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ദിവസമായിരിക്കും. 1.5 ദിവസമായിരിക്കും ഈ ഒരു വാക്സിൻ എടുക്കുന്ന ദിവസമല്ലേ. ഇപ്പോൾ എൻ്റെ ബേബിക്കായാലും 2 ദിവസത്തേക്ക് പനി ഉണ്ടായിരുന്നു. ഒരു ദിവസം കാല് പൊക്കാൻ പറ്റാത്ത നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ വാക്സിൻ എന്ന് പറയുന്നത് പെൻറ്റാവാലൻ വാക്സിനാണ്. ഇതിൽ 3 ഇഞ്ചക്ഷനും 2 തുള്ളിമരുന്ന് സംഭവം വരുന്നുണ്ട്. 3 ഇഞ്ചക്ഷനിൽ 1 എണ്ണം കയ്യിലും പിന്നെ 2 എണ്ണം കാലുകളിലുമാണ് എടുക്കുന്നത്. സോ അതിൽ ലെഫ്റ്റ് ലെഗിനാണ് ഏറ്റവും കൂടുതൽ പെയിനും. അതുപോലെ ലെഫ്റ്റ് ലെഗിൽ എടുക്കുന്ന ഇഞ്ചക്ഷൻ കാരണമാണ് പനിയും വരുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അവരൊരു പാരസെറ്റമോൾ തന്നിട്ടുണ്ടായി. പാരസെറ്റമോളിൻ്റെ സിറപ്പ് ഫോർ ബേബീസ് അത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെയിറ്റ് അനുസരിച്ചാട്ടോ എല്ലാ ബേബീസിനും കൊടുക്കുന്ന, എല്ലാ കുട്ടികൾക്കും. അപ്പോൾ നമ്മുടെ ബേബിക്കും എൻ്റെ ബേബിക്കും കിട്ടിയിട്ടുണ്ടായി. ഒരു 2.1 ml ആയിരുന്നു ബേബിക്ക് വെയിറ്റ് അനുസരിച്ച് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വാക്സിൻ എടുത്ത സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര കരച്ചിലായുള്ള ആ ക്ലിപ്സൊന്നും എനിക്ക് ആഡ് ചെയ്യാനായിട്ട് തോന്നില്ല. നമ്മൾ കുറച്ചായിട്ട് എടുത്തിട്ടുണ്ടാകുന്നുള്ളൂ. അത് ക്ലിപ്സൊന്നും ഇതിലില്ല. പിന്നെ ഇത് വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ട് ബേബിനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവന് ഇങ്ങനെ പയ്യെ ഇങ്ങനെ മുരങ്ങട അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പയ്യെ അനങ്ങുകയാണ്. കാരണം കാലിൽ നല്ല വേദനയുണ്ട്. ആ വേദന സഹിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ നേരം കരഞ്ഞു. എന്നിട്ട് പിന്നെ നമുക്കൊരു വാക്സിൻ എടുത്തിട്ട് 20 മിനിറ്റ്സ് ഒബ്സർവേഷനിൽ അവിടെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് അവർ പറഞ്ഞു വിടുള്ളൂ കേട്ടോ. പൊക്കോളം പറയുള്ളൂ. പാരസെറ്റമോൾ തന്നിട്ട് പൊക്കോളം പറയുന്നത് 20 മിനിറ്റ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടാണ്. പിന്നെ ഈ വാക്സിൻ എടുത്തേക്കുന്ന 1.5 മാസത്തെ വാക്സിനാണ്, വിച്ച് മീൻസ് 6 വീക്സിലെ വാക്സിനാണ്. ഇനി 10 വീക്സിലുണ്ട്, 14 വീക്സിലുണ്ട് വാക്സിൻ. പിന്നെ എനിക്ക് തോന്നുന്നു 6 മന്തിലെന്തോ വാക്സിൻ ഉള്ളത്. അത് നമുക്ക് അമ്മയും കുഞ്ഞൊന്നും തന്നെ ഒരു കാർഡ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് അവർ മാർക്ക് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ആ ഒരു ഡേറ്റ് അനുസരിച്ചാണ് നമ്മൾ പോയി വാക്സിൻ എടുക്കേണ്ടത്.
അതുപോലെ ഈ വാക്സിൻ എടുത്ത ദിവസമാണ് ചെറുതായിട്ട് ജലദോഷം നീർക്കെട്ടൊക്കെ ഉണ്ടായി. സോ നമ്മൾ ആദ്യം ഡോക്ടറിനെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ ആദ്യം തന്നെ കൺസൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ വാക്സിൻ എടുക്കേണ്ടത്. സോ ഞാനും ഡോക്ടറിനെ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവൻ്റെ എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ കുറുകളും നീർക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഹോമിയോയിൽ കാണിച്ചിട്ടുണ്ടായി. ഞാൻ എൻ്റെ ബേബിക്ക് ഹോമിയോ ആയിട്ട് കൊടുക്കുന്നത്, ഇനിഷ്യലി ഹോമിയോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഹോമിയോയിൽ കാര്യമായിട്ടൊരു പൊടി മാത്രമാണ് അവർ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് അവനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഇംഗ്ലീഷ് മരുന്ന് ഞാൻ ഇനിഷ്യലി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഹോമിയോ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഹോമിയോയുടെ മരുന്നും മേടിച്ചിട്ടുണ്ടായി. പിന്നെ അന്ന് വാക്സിനൊക്കെ എടുത്ത് ഹോമിയോയിലൊക്കെ പോയി വന്ന് ടയേർഡായിട്ടുണ്ടായി. സോ നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് മേടിച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവൻ കരച്ചിലായതുകൊണ്ട് ഇവൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ ഫുൾ ടൈം. അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എന്നും പറയണപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.